ഷാനവാസും അനീഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് അടി കിടന്ന്. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പാർട്ടാണിത്. ആദിലും ഷാനവാസും തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞപ്പോൾ അനീഷിനോട് ഷാനവാസ് കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അനീഷ് ഒന്നും എതിർത്ത് സംസാരിക്കുകയോ ഇടിക്കുകയോ തിരിച്ച് പറയുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ അതിനെപ്പറ്റിയാണ് രാവിലെ ഷാനവാസിനോട് സംസാരിച്ചത്. അത് ഷാനവാസിന് എന്തോ മനസ്സിലായിട്ടായിരിക്കണം ഷാനവാസ് സംസാരം അവസാനിപ്പിച്ച് എനിക്കിനി സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഷാനവാസ് സാബുമോനും ലക്ഷ്മിയും പിന്നെ നൂറേയും കൂടി ഇരുന്ന ഭാഗത്തോട്ട് പോവുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താണെന്ന്. അപ്പോൾ അനീഷ് വീണ്ടും വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് ഷാനവാസിനോട് ഒറ്റയ്ക്കാണ് സംസാരിക്കേണ്ടത്, ഞാനും ഷാനവാസും കൂടാണ് സംസാരിച്ചതെന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നത് കാര്യം എന്താണെന്ന് ഞങ്ങൾക്കും അറിയണം, ഞങ്ങളും ഇവിടെ ഉള്ളതല്ലേ, ഞങ്ങൾ അറിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പം അത് അനീഷ് പറയുന്നത് അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ലല്ലോ, എനിക്ക് ഷാനവാസിനോടാണ് സംസാരിക്കാനുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത് നിങ്ങൾ അപ്പുറത്തോട്ട് മാറിയിരിക്കാൻ പറയുന്നത്. ലക്ഷ്മി പറയുന്നത് ഞങ്ങൾ എവിടെ ഇരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുന്നത്. ഒരാളൊരു തെറ്റ് സംഭവിച്ച് അയാൾ ആ തെറ്റിൽ നിന്നും തിരിച്ചറിവ് വന്ന് അയാൾ മാറാൻ ശ്രമിക്കുകയാണ്. പിന്നെ അയാളെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അനീഷ് വീണ്ടും പറയുന്നത് ഇന്നലെ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നതെന്ന്. ഇന്നലെ ഷാനവാസ് ആ സോഫ സെറ്റിൽ വെച്ചിട്ടാണ് ഞാൻ കൃത്യമായി ഷാനവാസിനെ പറ്റി ഒരു പിക്ചർ ഉണ്ടാക്കിയെന്ന് അനീഷ്. ഷാനവാസ് പറയുന്നത് മറ്റൊരാളെ ആക്രമിക്കാൻ വേണ്ടി ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞപ്പം അനീഷ് പറയുന്നത് മെയിൽ ഷോമൻസ് എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന്. നോമിനേഷൻ ചെയ്യുമ്പം പോലും ഞാൻ പറഞ്ഞത് സ്ത്രീകളോട് അസഭ്യമായിട്ട് പെരുമാറുന്നു എന്നാണ്. ഷാനവാസ് പറയുന്നത് അല്ലെന്നേ, എനിക്ക് എല്ലാവരെയും മനസ്സിലായി, ഇപ്പോൾ ഞാൻ എല്ലാവരെയും മനസ്സിലാക്കി വരിക, എൻ്റെ മുമ്പിൽ പടച്ചവൻ എന്തായാലും സമയവും തന്നിട്ടുണ്ട്, പലതും എനിക്ക് ചെയ്യാനുള്ളതും തന്നിട്ടുണ്ട്, എനിക്കത് മതി, എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, എനിക്ക് ആരും സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് ഷാനവാസ് പറയാണ്. കഴിഞ്ഞ ആഴ്ച അനീഷിനെ തുറന്നു കാട്ടും എന്ന് പറഞ്ഞൊന്ന് അനീഷ് ചോദിക്കും. മെഡിസിൻ കാർഡ് എടുക്കുന്നെന്ന് പറഞ്ഞ ആൾ ലാലേട്ടൻ വന്നപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കണ്ണ് നിറച്ച് കാണിക്കുന്നു, കരഞ്ഞ് കാണിക്കുന്നു. ലാലേട്ടൻ വന്നപ്പോൾ പൂങ്കണ്ണീരൊഴുക്കുന്നു. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ഷാനവാസ് പറയുന്നത് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ടൈം തരും, ഞാൻ അവരോട് സംസാരിക്കുക, എനിക്ക് അവരോട് സംസാരിക്കണം, ഞാൻ ക്യാപ്റ്റനോടാണ് സംസാരിക്കുന്നതെന്ന്. എനിക്ക് ഷാനവാസിൻ്റെ ജെനുവിറ്റി മനസ്സിലായി. പെട്ടെന്ന് ഷാനവാസ് പ്ലേറ്റ് മറിച്ചിട്ടെന്ന് പറയുന്നത് അനീഷ്. എനിക്ക് പടച്ചവൻ ഓരോരുത്തരെ മനസ്സിലാക്കാനുള്ള അവസരം തന്നിട്ടുണ്ടെന്ന് ഷാനവാസ്. ലക്ഷ്മി പറയുന്ന ഒറ്റയ്ക്ക് നിന്ന് കളിക്ക്, ദയവ് ചെയ്ത് ഒരു ദിവസത്തെ മൊത്തം മൂഡ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ രാവിലെ തുടങ്ങുമ്പോൾ നമുക്കൊരു ഇതാവുന്നുണ്ടെന്ന്. അനീഷ് വീണ്ടും ഇടപെടുകയാണ്. എനിക്ക് ഷാനവാസിനോടാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഷാനവാസ് പറയുന്നത് ഞാൻ ക്യാപ്റ്റനോടാണ് സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് എല്ലാം അറിയണമെന്ന് ലക്ഷ്മി പറയുന്നത്. ഇവനൊരു പാവത്താനാണെന്ന് വെച്ചിട്ട് ഇവനൊരു ജെന്യുവിൻ ആയിരിക്കുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവൻ്റെ കൂടെ കൂടിയതെന്ന് ഷാനവാസ് പറയുന്നത്. ഓരോ ബന്ധത്തിനും ഓരോ അമൂല്യമായ കാര്യങ്ങളുണ്ടെന്ന് അനീഷ് പറയുന്നത്. അതിവിടെ ആരും പറഞ്ഞില്ലല്ലോ ഇല്ലയെന്ന് ലക്ഷ്മി പറയുന്നത്. ഒരു ബന്ധത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും, ആ ബന്ധം തകരുമ്പോൾ അത് പോയി മാറ്റി പറയാനുള്ളതല്ലെന്ന് അനീഷ്. ഞാൻ ജീവിച്ച രീതിയും എൻ്റെ റിയാക്ഷനും ഒക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്, അല്ലാതെ ഞാൻ ഒരു പെൺകുട്ടികളോടും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ലക്ഷ്മി അനീഷിനോട് പറയുന്ന അനീഷ് ഒരാൾ മാറാൻ തീരുമാനിച്ച് പിന്നെ അയാളെ ആ കാരണം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് ലക്ഷ്മി. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ലക്ഷ്മി, നമ്മൾ വിചാരിക്കുന്ന ആളെ അല്ല എന്ന് ഷാന. അരമണിക്കൂറിൽ കൂടുതൽ ആദിലും നൂറേയും പറ്റിയാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, അത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് അനീഷ്. ഇവരോടുള്ള എല്ലാ ബന്ധങ്ങളും ഇവരിൽ നിന്ന് എനിക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയ കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചെന്ന് ഷാനവാസ് പറയുന്നു. ഇതെല്ലാം എൻ്റെ കുറ്റമാണെന്ന് അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ എഴുന്നേറ്റ് പോകും. അതൊക്കെ മനസ്സിൽ വെച്ച് രാവിലെ തന്നെ എന്നോട് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയുമ്പോൾ അനീഷ് വീണ്ടും ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട, അവനിത് നിർത്തത്തില്ല എന്ന് ഷാനവാസ്. നമ്മുടെ ഈ സൗണ്ടിൻ്റെ കുറവുകൾ മുതലെടുക്കുകയാണ്. എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് അനീഷ് എൻ്റെ അടുത്ത് ഈ കാണിക്കുന്നത്. എനിക്ക് ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ സംസാരിച്ചാൽ എൻ്റെ സൗണ്ട് പോകും. ആ ഒരു ഇല്ലായ്മ മുതലെടുക്കുകയാണ് അവൻ. അത് കളയുകയാണ് അവൻ്റെ ഉദ്ദേശം. സത്യം പല പ്രാവശ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാവും ലക്ഷ്മി, കുറച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. നിവിനുമായിട്ടുള്ളൊരു പ്രശ്നം വന്നപ്പോൾ എന്നെ ഇതുപോലെ അനീഷ് മാറ്റി വിളിച്ച് നിർത്തി ഇങ്ങനെ ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. ഞാൻ A to Z എല്ലാ കാര്യങ്ങളും അനീഷിനോട് പറഞ്ഞ്. അപ്പോൾ അനീഷ് പറഞ്ഞ് നിൻ്റെ ഭാഗത്ത് ശരിയാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കും, അത് എപ്പോഴെങ്കിലും നീ അത് മാറ്റി പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തീരുമെന്ന്. അങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യം എനിക്കില്ല, അങ്ങനെ ഒരു കള്ളം പറഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയും വേണ്ട, അങ്ങനെ ഒരു കള്ളം പറഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കളയേണ്ട ആവശ്യമില്ല എന്ന് ഷാനവാസ് പറയുന്നു. ഈ കുട്ടികളൊരു പ്രശ്നത്തിൽ ഏർപ്പെട്ടപ്പോൾ എനിക്ക് ഇവരുടെ കൂടെ നിൽക്കേണ്ടി വന്നു. ഇവർക്ക് വേണ്ടിയാണ് അന്ന് ഞാൻ നിവിനെതിരായി സംസാരിച്ചത്, അല്ലാതെ എനിക്ക് നിവിനെ ഒന്നും ചെയ്യേണ്ട കാര്യം എനിക്കില്ല. അപ്പോൾ അനീഷ് ഇടയ്ക്ക് കയറി ഒച്ചയിടുന്നുണ്ട്. ഷാനവാസ് എന്നോട് പറഞ്ഞത് നിവിൻ്റെ കയ്യിൽ നിന്ന് മോശം അനുഭവം വന്നിട്ടുണ്ടെന്നാണ് എന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നത് മോശം ഗെയിമാണ് ഇവൻ കളിക്കുന്നതെന്ന്.
ഞാനിപ്പോൾ നിങ്ങളോടല്ലേ സംസാരിക്കുന്നത്, ഇവൻ എന്തിനാണ് ഇടപെടുന്നത്? ഇവനും ആദ്യം കൂടെയുള്ള സംസാരത്തിൽ ഞാൻ ഇടപെട്ടപ്പോൾ ഇവൻ പറഞ്ഞില്ലേ അവർക്ക് സംസാരിക്കണം, സ്പേസ് കൊടുക്കണമെന്ന്. ഇപ്പം പിന്നെ എന്തിനാണ് അവൻ ഈ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് അനീഷ് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയാണ്. ഷാനവാസും അനീഷും കൂടെ നിന്ന് സംസാരിച്ചപ്പോൾ ഉണ്ടായ ഓരോ കാര്യങ്ങളും വിളിച്ച് പറയാണ്. ഇവിടെ വെച്ച് മെയിൽ ഷോവിനിസ്റ്റ് എന്ന് വിളിക്കാൻ പാടില്ല, പുറത്തു പോയി വിളിക്കാമെന്ന്. അതെന്താണ് അങ്ങനെ പുറത്തു പോയി വിളിക്കാൻ പറയുന്നതെന്ന് അനീഷ് ചോദിക്കുകയാണ് ഉറക്കെ. ലക്ഷ്മി ഷാനവാസിനോടിരുന്ന് പറയുകയാണ്, നമ്മൾ ഒരു ബന്ധം അവസാനിപ്പിച്ചാൽ മാന്യമായിട്ട് തന്നെ അത് അവസാനിപ്പിക്കണം. എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്തുവാണ് ലക്ഷ്മി എന്ന് ഷാനവാസ് വീണ്ടും പറയുകയാണ്. അപ്പം ഞാൻ അടുത്ത ഒരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.